Hi teachers, welcome back to my channel. ഇന്ന് നടന്ന കേട്ടറ്റ് എക്സാം കാറ്റഗറി 3യുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് 2 മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പാരഗ്രാഫ് തന്നിട്ടുള്ള അതിൽ 41 ക്വസ്റ്റ്യൻസ് മുതൽ 45 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഗദ്യഭാഗത്ത് പ്രകടമാകുന്ന സാംസ്കാരിക പശ്ചാത്തലം ഏത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, കാർഷിക സംസ്കാരമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലേഖകന്റെ ജീവിതത്തിലെ ഏത് കാലമാണ് ഈ ഗദ്യഭാഗത്ത് അവതരിപ്പിക്കുന്നത്? ഇവിടെ കുട്ടിക്കാലമാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്തത്, സമയം തെറ്റാതെ കുന്നിൻ ചെരുവിൽ വിടരാറുള്ളത് എന്താണ്? കണ്ണാന്തളി പൂക്കളാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഗദ്യഭാഗത്ത് അയ്യപ്പനെ കുറിച്ച് ഉള്ള പരാമർശങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ്, അയാളുടെ തീരുമാനങ്ങൾ എല്ലാവരും എതിര് നിന്നിരുന്നു. കവിതയിലെ കവിത കൊടുത്തിട്ടുണ്ട്, അപ്പൊ കവിതയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. കവിതയിലെ ഓർമ്മകളിൽ പെടാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓണപ്പൂക്കളം തീർത്തത്. അടുത്ത ചോദ്യം, നരചൂഴും എന്ന പ്രയോഗത്തിന്റെ സൂചന എന്ത്? ഇവിടെ എന്താണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ, വാർദ്ധക്യ കാലമായി എന്നാണ് അർത്ഥം. മന്നിടത്തിന്റെ ചിരിയായി പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? മന്നിടത്തിന്റെ ചിരിയായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? നിലാവിനെയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പുലരിയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? പുലരിയെ എന്തായിട്ടാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മധുവു മിറ്റിറ്റ് വീഴും മുറ്റം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, കവിതയിലെ ഗന്ധബിംബത്തിന് ഉദാഹരണം ഏത്? ഏതാണ് ഇവിടെ ഗന്ധബിംബത്തിന് ഉദാഹരണം? ഓപ്ഷൻ എ ആണ്, മാമ്പൂവിൻ നിശ്വാസമേറ്റോർമ്മകൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഞാൻ വേഗം നടന്ന് കുന്ന് കയറി ഈ വാക്യത്തിൽ ക്രിയാവിശേഷണമായി ചേർത്തിരിക്കുന്ന പദം ഏത്? ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? നടന്ന്, വേഗം, കുന്ന്, കയറി. ഇതിൽ ഏതാണ് വരുന്നത്? ക്രിയാവിശേഷണം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്, വേഗം. നടന്നു എന്നുള്ളതിനുള്ള വിശേഷണമാണ് വേഗം എന്നുള്ളത്, അല്ലെ? അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? സുന്ദരിയും അന്തസ്സുമുള്ള നിങ്ങൾക്ക് അയാൾ ചേരുന്നവനല്ല. ശ്രീരാമൻ ജ്യേഷ്ഠനും അനുജൻ ലക്ഷ്മണനും ആകുന്നു. ജനാധിപത്യ വിരുദ്ധ ശക്തികളെ തീർച്ചയായും എതിർക്കണം. അവർ തോറ്റതിന് കാരണം പഠിക്കാതിരുന്നത് കൊണ്ടാണ്. ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ജനാധിപത്യ വിരുദ്ധ ശക്തികളെ തീർച്ചയായും എതിർക്കണം. അടുത്ത ചോദ്യം, കെ.ആർ. മീരയുടെ ഏത് നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ചത് ഏത് പുസ്തകത്തിനാണ്? ആരാച്ചാരനാണ് കേട്ടോ. അടുത്ത ചോദ്യം, മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. ഇതിലെ ഉപമാവാചകം ഏതാണ്? ഉപമാവാചകമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഉപമാവാചകം ഏതാണ് ഇവിടെ? ആൻസർ ആയിട്ട് വരുന്നത് പോലെ എന്നുള്ളതാണ്. ഉപമാവാചകം പോലെ എന്നുള്ളതാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കും എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ളത് തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഊണിലും ഉറക്കത്തിലും എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്നത് ഏത്? ഒഴിവുള്ളപ്പോഴെല്ലാം, എല്ലായ്പ്പോഴും, മറ്റ് ജോലികൾ ഇല്ലാത്തപ്പോൾ, വിശ്രമ സമയങ്ങളിലെല്ലാം. എന്താണ് ഉത്തരം? ഇവിടെ ആൻസർ ബി ആണ്, എല്ലായ്പ്പോഴും എന്നുള്ളതാണ് കറക്റ്റ്. ആത്രേയകം എന്ന നോവൽ എഴുതിയത് ആരാണ്? മാധവിക്കുട്ടി, സാറാ ജോസഫ്, കെ.ആർ. മീര, ആർ. രാജശ്രീ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് മാധവിക്കുട്ടിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ബ ഏത് വിഭാഗത്തിൽ പെടുന്ന അക്ഷരമാണ്? ഭ എന്ന അക്ഷരം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓഷ്ട്യം ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കട്ടിൽ ഈ വാക്യത്തിലെ ദ്യോതക ശബ്ദം ഏതാണ്? ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കട്ടിൽ എന്നുള്ളതിലെ ദ്യോതക ശബ്ദമാണ് കൊണ്ട് എന്നുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, കൈരളിയുടെ കഥ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? കൈരളിയുടെ കഥ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? എൻ കൃഷ്ണപിള്ള, ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർ,
ഡോക്ടർ KM ജോർജ് ജോസഫ് മുണ്ടശ്ശേരി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡോക്ടർ KM ജോർജ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് നോവലിലാണ് മജീദും സുഹറയും പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്? ബാല്യകാലസഖി, മതിലുകൾ, ശബ്ദങ്ങൾ, ഇന്ദുപപാക്കുറെ, ആനണ്ടാർന്നു. ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, ബാല്യകാലസഖിയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മലയാളം ഏത് ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷയാണ്? എ ദ്രാവിഡ ഗോത്രം, ബി ഇൻഡോ യൂറോപ്യൻ ഗോത്രം, സി അമേരിക്കൻ ഇന്ത്യൻ ഗോത്രം, ഡി സൈനോ ടിബറ്റൻ ഗോത്രം. ഇവിടെ ശരിയായിട്ട് വരുന്നത് ദ്രാവിഡ ഗോത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുനരുക്തി ദോഷം ഇല്ലാത്തത് ഏതാണ്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, വിജയികൾക്ക് 3 പുസ്തകം വീതം കൊടുത്തു. അടുത്ത ചോദ്യം, തന്റെ, ഉടെ എന്നീ പ്രത്യയങ്ങൾ വരുന്ന വിഭക്തി ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സംബന്ധിക. അടുത്ത ചോദ്യം, സ്വാമികൾ ഏത് വാചകമാണ്? ബഹുവചനമാണോ ഏകവചനമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, പൂജക ബഹുവചനമാണ്. നമ്മളതൊരു റെസ്പെക്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലോപസന്ധിക്ക് ഉദാഹരണം ഏത്? തണുപ്പുണ്ട്, കരയുള്ള, തലക്കെട്ട്, വിണ്ടലം. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് വിണ്ടലമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്തത്, ശരിയായ പദം ഏത്? ഇവിടെ ശരിയായിട്ടുള്ള പദം വരുന്നത് ഓപ്ഷൻ സി, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല്. ഈ പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആഗ്രഹത്തിനനുസരിച്ച് അനുഭവം ഉണ്ടാവുക. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വന്ദ്വ സമാസത്തിന് ഉൾപ്പെടുന്ന പദം ഏത്? ദ്വന്ദ്വ സമാസമൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ ആൻസർ വരുന്നത് കൈകാലുകൾ എന്നാണ്. 2 ഭാഗങ്ങൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് വരുന്നതിനെയാണ് നമ്മൾ ദ്വന്ദ്വ സമാസം എന്ന് പറയാം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മുൻവിനയച്ചത്തിന് ഉദാഹരണം ഏത്? ഇവിടെ ഉദാഹരണം ഏതാണ്? പോയി പറഞ്ഞു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്, പോയി പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.